പാലിയേക്കര ടോൾ കമ്പനിക്കെതിരെ ഇഡി കുറ്റപത്രം. നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിച്ച് കോടികൾ തട്ടിയതിലാണ് കുറ്റപത്രം. NHAയ്ക്ക് 125 കോടി നഷ്ടമുണ്ടായെന്നാണ് കേസ്. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഇപ്പോൾ ഈ കമ്പനിക്കെതിരെ ഇഡി കുറ്റപത്രം വന്നിരിക്കുകയാണ്. 125 കോടി നഷ്ടമുണ്ടായെന്നുമാണ് പറയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജയലക്ഷ്മി, നേരത്തെ CBI ഈ കമ്പനിക്കെതിരെ കേസെടുത്തിരുന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് ഇഡിയും അന്വേഷണം നടത്തിയത്. ഇപ്പോൾ ഇഡി ഈ കേസിൽ 5 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 2 കമ്പനികളാണുള്ളത്. ഒന്ന് പാലിയേക്കരയിലെ ടോൾ കമ്പനിയായിട്ടുള്ള ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ്, അതാണ് ഒന്നാമത്തെ പ്രതിയായിട്ട് വരുന്നത്. കാരണം ഇവർ ഈ ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാത അതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ടോൾ പിരിവ് നടത്തി ഏതാണ്ട് 125 കോടിയോളം രൂപയുടെ നഷ്ടം ദേശീയപാത അതോറിറ്റിക്ക് ഉണ്ടാക്കിയെന്നതാണ് കണ്ടെത്തൽ. അതിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് ഇഡിയും അന്വേഷണം നടത്തി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ആന്ധ്രാപ്രദേശിലെ മുൻ MLA അടക്കം ഗൗതം റെഡ്ഡി അടക്കം പ്രതികളായി വരികയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കമ്പനിയും പ്രതിയാണ്. NHAയുടെ അന്നത്തെ പ്രോജക്ട് ഡയറക്ടർ, പാലക്കാട് ഡിവിഷന്റെ പ്രോജക്ട് ഡയറക്ടറും ഈ കേസിൽ പ്രതിയായി വരുന്നു. അങ്ങനെ 5 പേർക്കെതിരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ശരി ബിനിൽ.